ഹായ് വെൽക്കം ടു എജുവേൾഡ്. സോ നമ്മൾ ഇന്ന് തിയറീസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഇസ് ദ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്. സോ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ സോൺ ഓഫ് വെയർ ദ ചൈൽഡ് ഈസ് പ്രസൻ്റ്ലി ഫങ്ഷനിങ്. സോ കുട്ടി പ്രസൻ്റ്ലി ഫങ്ഷൻ ചെയ്യുന്ന ഏരിയ ആണോ? അതല്ല. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ബിലോ വെയർ ദ ചൈൽഡ് ഈസ് പ്രസൻ്റ്ലി ഫങ്ഷനിങ്. കുട്ടി എവിടെയാണോ ഫങ്ഷൻ അതിൻ്റെ ഫങ്ഷനിങ് എവിടെയാണ് അതിൻ്റെ തൊട്ട് താഴെ എന്നാണ് പറയുന്നത്. സോ അതുമല്ല, ജസ്റ്റ് എബോവ് വേർ എ ചൈൽഡ് ഈസ് പ്രസൻ്റ്ലി ഫങ്ഷൻ. സോ എവിടെയാണ് കുട്ടി എവിടെയാണോ ഇപ്പം പ്രസൻ്റ്ലി ഫങ്ഷൻ ചെയ്യുന്ന എവിടെയാണോ അതിന് കുറച്ച് മുകളിൽ മറ്റ് ആരുടെ സഹായത്തോടു കൂടി അവൻ കുറച്ചുകൂടെ മുൻപോട്ട് നിൽക്കുന്നെങ്കിൽ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി സെക്കൻഡ് വൺ, ദ ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ഹൂ മെയ്ഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വാസ്. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തിയത് പിയാഷെയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. തേർഡ് വൺ, ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് മീൻസ്. സോ ലാംഗ്വേജ് അക്വിസിഷൻ മീൻസ് ഡിവൈസ് അല്ലെങ്കിൽ ലാഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ എബിലിറ്റി ടു ഇൻറ്ററാക്ട് വിത്ത് ദ ലാംഗ്വേജ് ഇസ് സ്റ്റിമുലസ്. സോ ലാംഗ്വേജിലൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ സ്റ്റിമുലസ് കാരണമാണെന്നാണ് പറയുന്നത്. സോ അത് തെറ്റാണ്, അതല്ല. സോ ഇത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കൊണ്ട് പറയുന്നത് എന്താണ്? ദ ഇന്നേറ്റ് കപ്പാസിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് ടു അക്വയർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ്. സോ ഓരോ വ്യക്തികൾക്കും അവർക്ക് ഇന്നേറ്റ് ആയിട്ട് എന്തുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. എന്തിന്? ലാംഗ്വേജ് അക്വയർ ചെയ്യാനും അതുപോലെ അത് പ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള നമ്മൾ ജനിക്കുമ്പോഴേ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതെന്നാണ് ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് പറയുന്നത്, മീൻ ചെയ്യുന്നത്. Fourth one, according to Chomsky, learning of language in children happens between the age of. സോ അത് ഓപ്ഷൻ സി ആണ്, 2 to 12 years ആണ് പറയുന്നത്. ഇനി വാട്ട് വാസ് ദ നെയിം ഓഫ് ചിമ്പാൻസി ദാറ്റ് നോം ചോംസ്കി യൂസ്ഡ് ആനിമൽ ലാംഗ്വേജ് സ്റ്റഡി. ഇദ്ദേഹം ആനിമൽ ലാംഗ്വേജിനെ കുറിച്ച് പഠനത്തിനായിട്ട് നോം ചോംസ്കി ഉപയോഗിച്ചിരുന്ന ചിമ്പാൻസിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിം ചിംസ്ക് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. സിക്സ്ത് വൺ, ഹൂ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഫസ്റ്റ്. സോ എറിക്സൺ ആണ് ആദ്യമായിട്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനി എറിക്സൺ കോൺസെൻട്രേറ്റഡ് ഓൺ. എറിക്സൺ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എയ്ത്ത് വൺ, എറിക്സൺ ഡിസ്ക്രൈബ് ദ ക്രൈസിസ് ഓഫ് എ പേഴ്സൺസ് ആർ ഓഫ് സൈക്കോ സോഷ്യൽ നേച്ചർ ബിക്കോസ്. സോ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് അത് സൈക്കോ സോഷ്യൽ നേച്ചർ ആണ്. സോ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദ ഇൻവോൾവ് സൈക്കോളജിക്കൽ നീഡ് ഓഫ് ഇൻഡിവിജ്വൽ. സോ അത് എന്താണ്, കറക്റ്റാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ സൈക്കോളജിക്കൽ നീഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നു. ദേ മേക്ക് ഇൻഡിവിജ്വൽ സൈക്കോളജിക്കലി ബാലൻസ്. സോ ഇങ്ങനത് കറക്റ്റ് ആവുന്നത് കൊണ്ട് സൈക്കോളജിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ്ഡ് ചെയ്യുന്നുണ്ട്. ദേ ഇൻവോൾവ് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റിംഗ് നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റിംഗ് വിത്ത് ദ നീഡ്സ് ഓഫ് സൊസൈറ്റി. സോ ഇതിൽ സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വലിൻ്റെ നീഡ്സുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ നീഡ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇതെല്ലാം എന്താണ്, കറക്റ്റാണ്. അക്കോർഡിംഗ് ടു എറിക്സൺ, ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഈച്ച് സ്റ്റേജ് റിസൾട്ട് ഇൻ. എന്താണ്, ഓരോ സ്റ്റേജും സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഹെൽത്തി പേഴ്സണാലിറ്റി ആകും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി 10, എ കോയിൻ ഇസ് സർക്കിൾ ഇൻ ഷേപ്പ്, എ ടാങ്കിൾഡ് is circle in shape, wheel of a vehicle is circle in shape. This knowledge leads a learner to concept of circle as per Gagne. The learner is in the stage of. സോ ഇതിൽ കൺസെപ്റ്റ് ലേണിംഗ് ആണ്. ഗാഗ്നയുടെ നിങ്ങൾക്ക് ഇല്ലായിരുന്നു. സോ അപ്പം 10th വേണ്ട. 11th വൺ, അക്കോർഡിംഗ് ടു എറിക്സൺ, എ പേഴ്സൺ പാസസ് ത്രൂ ഹൗ മെനി കോൺഫ്ലിക്റ്റ് സ്റ്റേജസ് ഇൻ ഹിസ് ലൈഫ്. സോ എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി പ്രകാരം എത്ര സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്? സോ അത് ഓപ്ഷൻ സി ആണ്, 8. The 12th, during the second stage, that is autonomy versus shame and doubt, a child will develop. So autonomy versus doubt എന്ന് പറയുന്ന സ്റ്റേജിൽ കുട്ടി എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്കലി ബിക്കം മോർ മൊബൈൽ. സോ അത് എന്താണ്, ഫിസിക്കലി അവർ മൊബിലിറ്റി ഉണ്ടാകും, അത് കറക്റ്റാണ്. ബിഗിൻ ടു അസേർട്ട് ഹിസ് ഇൻഡിപെൻഡൻസ്. സോ അവരുടെ ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും, അസേർട്ട് ചെയ്യാൻ തുടങ്ങും. വോക്ക് അവേ ഫ്രം ഹിസ് മദർ, പിക്കിംഗ് വിച്ച് ടോയ് ടു പ്ലേ വിത്ത്. സോ അമ്മ ടോയ്സ് ചൂസ് ചെയ്യുന്നതിൽ നിന്ന് അവരെന്ത് ചെയ്യും, ഓടിപ്പോവും. അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കും. സോ അപ്പോൾ ഇത് മൂന്നും എന്താണ്, ഇത് കറക്റ്റാണ്. കുട്ടിക്ക് ഓട്ടോണമി വേഴ്സസ് ഷെയിമിൽ സക്സസ്ഫുൾ ആയാൽ നല്ല രീതിയിൽ കുട്ടി എന്ത് ചെയ്യും, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യും. സോ ഓൾ ആണ് ആൻസർ.
Which are the characteristic feature of children at the fourth stage of psychosocial development of Erikson, the industry versus inferiority? Fourth സ്റ്റേജിൽ വരുന്ന ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റിയിൽ വരുന്ന ഡെവലപ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ they become able to read and write. സോ അത് വരും. സോ they will be able to do sums, കണക്കുകൾ ചെയ്യാനുള്ള കഴിവ് വരും. to do things their own. സോ ഇതെല്ലാം ഇത് എന്തിൽ വരുന്നതാണ്? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആ ഒരു സ്റ്റേജസിൽ വരുന്നതാണ്. 14. During the third stage, that is initiative versus guilt, children will exhibit, plan activities, make up games, initiate activity with others. So ഇതെല്ലാം എന്ത് ചെയ്യും? ആ ഒരു സ്റ്റേജിൽ കാണിക്കും. ഇനിഷ്യേറ്റീവ് എടുക്കുക അല്ലേ, പുതിയ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യാൻ നോക്കും. പുതിയ ഗെയിംസ് മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ള ഗെയിംസിന് എന്ത് ചെയ്യാൻ നോക്കും? ഒന്ന് മേക്കപ്പ് ചെയ്യാൻ നോക്കും. പുതിയ ആക്ടിവിറ്റീസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കും. ഇതെല്ലാം ഈ ഒരു സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യും. 15. The first conflict stage according to Erikson a person experience in his life. സോ ആദ്യത്തെ കോൺഫ്ലിക്റ്റ് സ്റ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. സോ ഓപ്ഷൻ സി. അക്കോർഡിംഗ് ടു എറിക്സൺ എ UP സ്കൂൾ ചൈൽഡ് പാസസ് ത്രൂ വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ്? സോ അത് ഇൻഡസ്ട്രി വേഴ്സസ് ഇനിഷ്യേറ്റീവ് ആണ്. 17. The last stage of Erikson psychosocial development. ലാസ്റ്റ് സ്റ്റേജ്. സോ അത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. ഓപ്ഷൻ സി ആണ്. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ് ലാസ്റ്റ് സ്റ്റേജ്, ഓൾഡ് ഏജിൽ വരുന്ന സ്റ്റേജ്. 18. The stage in which a child begins to think logically about objects and event is known as? സോ ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നില്ല? ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്കവറി ലേണിംഗ് ഇസ് ദ കോൺട്രിബ്യൂഷൻ. ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ബ്രൂണറിൻ്റെ ആണ്. ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ബ്രൂണറിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് പിയാഷെ? പിയാഷയുടേത് കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. സ്കഫോൾഡിങ് വൈഗോട്സ്കിയുടെ ആണ്. സോ കോഗ്നിറ്റീവ് ലേണിംഗ് ആണ് ആൻസർ. 21. ദ ടേം സ്കഫോൾഡിങ് ഇസ് റിലേറ്റഡ് ടു? സ്കഫോൾഡിങ് അല്ലെങ്കിൽ കൈത്താങ് എന്ന് പറയുന്നത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? വൈഗോട്സ്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 22. ദർശ് ക്യാൻ സോൾവ് മാത്സ് പ്രോബ്ലംസ് ഓഫ് ഗ്രേഡ് 4 ഓൺ ഹിസ് ഓൺ, ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് മാത്സ് tutor he can also solve maths problems of grade 6. സോ ദർശ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവന് സ്വയം എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? 4ാം ക്ലാസ്സിലെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഒരു ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി അവന് ഹെൽപ്പ് ചെയ്താൽ അവന് 6ാം ക്ലാസ്സിലെ പ്രോബ്ലംസ് അവന് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതിനെ നമ്മൾ പറയുന്നത് ZPD എന്നാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. 23. When 4-year-old Diya wanted to gift a teddy to her grandmother because that is what she would also have wanted. സോ ഇവിടെ 4 വയസ്സുള്ളൊരു കുട്ടി അവളുടെ അമ്മൂമ്മയ്ക്ക് എന്ത് ചെയ്യുകയാണ്? ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. സോ അത് ഒരു ടെഡി ബിയർ കൊടുക്കുക. അതെന്തിനാണ് അവൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവൾക്കിഷ്ടം അതായതുകൊണ്ട് അത് അമ്മൂമ്മയ്ക്ക് കൊടുക്കുന്നു. സോ അവിടെ എന്ത് ചെയ്യുന്നില്ല? മറ്റുള്ളവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. സോ അപ്പം ഇതെന്താണ്? ഈഗോ സെൻട്രിസം ആണെന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. 24. Dash is the gap between the actual level of development of the child and potential development that she or he may achieve after educational support. സോ ഇതെന്ന് പറയുന്നത് ഗ്യാപ്പാണ്. ഒരു കുട്ടിയുടെ ആക്ച്വൽ ഡെവലപ്മെൻറ്റും അവൻ്റെ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. 25. When Nicky thinks he is special and nothing wrong can be happen to him even if he is drinking drive. സോ നിക്കി തന്നെ വിചാരിക്കുകയാണ്, ഞാൻ എന്തോ സ്പെഷ്യലാണ്, എനിക്കൊന്നും സംഭവിക്കില്ല, ഞാനിപ്പം വെള്ളം മദ്യം ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്താൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കുകയാണ്. സോ ഇതിനെ നമ്മൾ പേഴ്സണൽ ഫാബിൾ എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ സി. ഇനി 26. ലിറ്റിൽ റാണി ഈസ് അപ്സെറ്റ് ദാറ്റ് ഷീ ഗോട്ട് എ സ്മോളർ പീസ് ഓഫ് കേക്ക് ദാൻ ഹെർ എൽഡർ സിസ്റ്റർ നന്ദിനി. വെൻ ഹെർ മദർ കട്ട് റാണീസ് കേക്ക് ഇൻ ടു 2 pieces ഷീ ഈസ് വെരി ഹാപ്പി ദാറ്റ് ഷീ നൗ ഹാസ് 2 pieces ഓഫ് കേക്ക് ആൻഡ് ഹെർ എൽഡർ സിസ്റ്റർ ഓൺലി 1. സോ ഇതിനെ നമ്മൾ സെൻട്രേഷൻ എന്നാണ് പറയുന്നത്. ചൂസ് ദ സ്റ്റേജസ് ഓഫ് ബ്രൂണർ ഐഡിയ ഓഫ് നോളജ് ഓഫ് അക്വിസിഷൻ സ്റ്റേജ്. സോ ബ്രൂണറിൻ്റെ നോളജ് അക്വിസിഷൻ തിയറി പ്രകാരം ഉള്ള സ്റ്റേജസ് ആണ് ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഇനി 28. ബ്രൂണർ നോളജ് അക്വിസിഷൻ തിയറി ഇനാക്റ്റീവ് സ്റ്റേജസ്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നോളജ് ബേസ്ഡ് ഓൺ ആക്ഷനാണ്. ആക്ഷൻ ബേസ് അല്ലെങ്കിൽ മോട്ടോർ കോർഡിനേഷനിലൂടെ കിട്ടുന്ന നോളജിനെയാണ് നമ്മൾ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. 29. ഇഫ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ദെയർ ഓൺ മെമ്മറീസ് വർക്ക് നോൺ ആസ്. നമ്മുടെ തന്നെ മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെ പറയുന്നത് മെറ്റാ മെമ്മറി എന്നാണ്. സോ ഓപ്ഷൻ സി ആണ്.
ഇനി ഇതിൽ മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇനി ഹോളോഫ്രേസിക് സ്പീച്ച്, അത് ഓപ്ഷൻ 3 ആണ്. അതിൽ 12 to 13 മന്ത് ഓഫ് ഏജിലാണ് ഹോളോഫ്രേസിക് സ്പീച്ച് വരുന്നത്. ബി ബാബ്ലിംഗ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 6 to 9 മന്തിലാണ് ബാബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത് അറൗണ്ട് 15 to 18 മന്ത് ഓഫ് ഏജിലാണ് ടെലിഗ്രാഫിക് സ്പീച്ച് വരുന്നത്. ഇനി ബേബീസ് അണ്ടർസ്റ്റാൻഡ് മോർ ദാൻ ദേ ക്യാൻ സേ, അവർക്ക് പറയുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് എന്താണ് മനസ്സിലാവുന്നുണ്ട്. സോ അത് 10 മന്ത് ആകുമ്പോഴത്തേക്കാണ്. ഓപ്ഷൻ 2 ആണ്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മാച്ച് ദ ഫോളോയിങ് ഡെവലപ്മെൻറ്റൽ ക്രൈസിസ് വിത്ത് അപ്രോപ്രിയേറ്റ് ഏജ് ബ്രാക്കറ്റ് ഗിവൺ ബൈ എറിക്സൺ സൈക്കോസോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് എന്ന് പറയുന്നത് അത് പ്രീ സ്കൂളേഴ്സാണ്. സോ ഓപ്ഷൻ ഫസ്റ്റ് ആണ്. ഇനി ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് 3 ആണ്, ടോഡ്ലർഹുഡ് ആണ്. ഇനി ഡി ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി എന്ന് പറയുന്നത് എലമെൻ്ററി സ്കൂൾ ഏജ് ആണ്. സോ ഓപ്ഷൻ 3 ആൻസർ വരുന്നതാണ് ഇത്. നെക്സ്റ്റ്, ഫോളോയിങ് സെൻറ്റൻസസ് ഡിസ്ക്രൈബ് എ സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റൽ തിയറി ഗിവൺ ബൈ കോൾബർഗ്. കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റൽ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേജസ് ആണ് പറയുന്നത്. സോ എഗെയിൻസ്റ്റ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. സോ ഈ പറയുന്ന സ്റ്റേജിൽ കറക്റ്റ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ മൊറാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഒബേയിങ് ലോസ് ആൻഡ് റെസ്പെക്റ്റിംഗ് അതോറിറ്റി. സോ ഇവിടെ മൊറാലിറ്റി എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നിയമങ്ങൾ പാലിക്കുകയും അതോറിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ അതിന് നമ്മൾ മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡർ എന്ന് പറയും. ഇനി സെക്കൻഡ് വൺ, വെൻ മൊറാലിറ്റി ഈസ് ബേസ്ഡ് അപ്പോൺ ഗുഡ് ആക്ഷൻ ടുവേർഡ്സ് ദ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. സോ മൊറാലിറ്റി എന്ന് പറയുന്നത് ഗുഡ് ബോയ് അല്ലെങ്കിൽ ബാഡ് ബോയ് എന്നുള്ളൊരു ആക്ഷൻ, ഗുഡ് ആക്ഷൻ ഫാമിലിയിലോട്ടുള്ള ഗുഡ് ആക്ഷൻ അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ഗുഡ് ആക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻ ആണ്. ഈ തേർഡ് വൺ, വെൻ മൊറാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ജസ്റ്റ്. സോ എന്താണ് ശരി എന്നുള്ളതിനെ പറ്റിയുള്ള മൊറാലിറ്റി ആണെങ്കിൽ അതിന് നമ്മൾ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ഫോർത്ത് വൺ, വെൻ മൊറാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെമോക്രാറ്റിക് പ്രിവിലേജസ് ആണെങ്കിൽ സോഷ്യൽ കോൺട്രാസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയും. വെൻ മൊറാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഫോളോയിങ് ഓർഡേഴ്സ് ഓഫ് അഡൾട്ട് ഓർ എൽസ് ഫേസിങ് പണിഷ്മെൻറ്റ്. സോ ഇതിന് നമ്മൾ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയും. Which of the following is true for Bowlby's attachment theory? Children learn to form attachment in childhood. സോ അതെന്താണ്? ഫോൾസ് ആണ്. സോ ചൈൽഡ്ഹുഡിലല്ല ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടുന്ന 6 ആഴ്ച തൊട്ടേ അവർക്ക് എന്താണ് അറ്റാച്ച്മെൻറ്റ് തുടങ്ങും. പിന്നെ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റം ഇവോൾവ് ആസ് എ ഫങ്ഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ് ഫിഗേഴ്സ് റെസ്പോൺസ് ടു ദ ചൈൽഡ് ഇൻ നീഡ്. സോ അത് ട്രൂ ആണ്. നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ ലേൺ ടു ഡെവലപ്പ് പോസിറ്റീവ് വർക്കിംഗ് മോഡൽ ഓഫ് സെൽഫ് ആൻഡ് അതേഴ്സ്. സോ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻസിന് അവരുടെ ഒരു പോസിറ്റീവ് വർക്കിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്യില്ല. സോ അത് ഫോൾസ് ആണ്. ഇനി ചിൽഡ്രൻ ഡിപ്രീവ്ഡ് ഓഫ് ബേസിക് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ഡിസ്പ്ലേ ഡെഫിഷ്യൻസി ഇൻ അഡൾട്ട് റിലേഷൻഷിപ്പ്. സോ അതും കറക്റ്റാണ്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.